ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിത് 4ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്ന് 5ാമത്തെ നോമ്പാണല്ലോ. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്, ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ നോമ്പിന് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ നുറുക്കണ മാങ്ങ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാനാണ്. അതായത് എന്നാൽ പച്ചമാങ്ങ അല്ലേനും എന്നാൽ നല്ല പഴുത്തതും അല്ല. അപ്പോൾ നമ്മളിവിടേക്ക് ഇതിന് ചെനച്ചതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചെനച്ച മാങ്ങയാണ്, അതിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 ദിവസം ആയിക്കൊണ്ട് നമ്മൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ട്, അപ്പോൾ അച്ചാറിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തോന്നി നമുക്ക് ഇന്ന് ഇതിട്ടിട്ട് ജ്യൂസ് അടിക്കാം. ഏതായാലും നല്ല പച്ചയല്ല എന്നാൽ പഴുത്തതും അല്ലല്ലോ. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ഇത് നുറുക്കിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നാൽ ഞാനിതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ച് വരട്ടെ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അതുപോലെ ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം ഇത് നമുക്ക് അടിക്കാൻ. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നമുക്കിതാ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഈ 4-5 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അതാ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിപ്പോൾ കുറച്ച് പഞ്ചസാരയുടെ പിന്നെ പാകത്തിന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിക്കണു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് തരാം. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ പാരണം. നമുക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ അതിൽ വെള്ളമൊക്കെ പാർന്ന് നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരമൊക്കെ നമ്മൾ പിന്നെ ഇതിലിട്ട് കൊടുത്തേക്കണു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്. അപ്പോൾ ഞാനത് കുതിർത്താൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ അടുത്തത് ഇപ്പോൾ ഈ മാങ്ങയൊക്കെ തൊലി കളഞ്ഞിട്ട് ചെത്തുന്നത് എന്തിനാണെന്നുണ്ടാവില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഫുള്ള് മാങ്ങയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മാങ്ങ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഒരു പൂതി, അതായത് നമുക്കിന്ന് മീൻ കറി ഏതായാലും വെക്കാം. മീൻ കൊടുന്നതുണ്ട് ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മീനിലേക്കുള്ള മാങ്ങയാണ് കേട്ടോ അമ്മ ഈ നുറുക്കിയും കൊണ്ടിരിക്കുന്നത്. അതായത് തേങ്ങ അരച്ചിട്ടാണ് മീൻ കറി ഇന്ന് വെക്കുന്നത്. അപ്പോൾ മീൻ കറിയിലേക്ക് നല്ല രസകരം പുട്ട്. അപ്പോൾ എന്നാൽ പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഉമ്മ മാങ്ങയും പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ആദ്യം കുക്കറിലിട്ട് വേവിക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പോഴും എല്ലാ കൊല്ലവും നോൽമ്പായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പുട്ടിന് പൂതിയാവില്ല കേട്ടോ. അങ്ങനെയാണ് ഇന്നൊന്ന് പുട്ടും മീൻകറിനോട് വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നാണ് കേട്ടോ. അപ്പം അതിലേക്ക് കുക്കറിലേക്ക് ഒരു ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മങ്കുടുക്കിയിൽ വെക്കാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പിന്നെ തോന്നിയെന്ന് ഏതായാലും കുക്കറിൽ ഇതൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം, പിന്നെ മങ്കുടുക്കിയിലേക്ക് ഒഴിക്കുക എന്നുള്ളതാട്ടോ തോന്നി. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുക്കണു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മങ്കുടുക്ക വെച്ചിരിക്കുകയാണ് കേട്ടോ. കുക്കറിൽ മാങ്ങയൊക്കെ കുക്കറിൽ ഇതാ നല്ലോണം വേവിച്ചിട്ട് കുക്കറിൽ വെക്കുമ്പോൾ അത് വേറെ രസമല്ലേ. അത് മങ്കുടുക്കിയിൽ വെക്കുമ്പോൾ അത് വേറെ രസമല്ലേ സാറ്. അപ്പോൾ കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യണത് എന്താ അറിയോ, ഗ്യാസ് ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ മങ്കുടുക്കിയിൽ തന്നെ വെച്ചാൽ മതി. നമുക്ക് അടുപ്പത്തൊക്കെ ആണെങ്കിലേ മങ്കുടുക്കിയിൽ തന്നെ വെച്ച് വേഗം വെന്തിട്ടു. അപ്പോൾ നമ്മളെ മീൻ കറിക്കുള്ള മാങ്ങ അവിടെ വെന്തിക്കണം. അപ്പം ഉമ്മ ഇതാട്ടോ പലിച്ചകലേക്ക് രാത്രിയിലേക്കുള്ള മീൻ ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചുക്കണു. പിന്നെ അതാ ചാറിലേക്കുള്ള മീൻ ഇവിടെ, പിന്നെ തേങ്ങ ഇവിടെ അരച്ച് വെച്ചോണം. ഇതൊക്കെ ആയിട്ട് ഇതാ തൂമിക്കാനുള്ള ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചോണം കേട്ടോ. കുറച്ച് ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി തിളച്ച് വരട്ടെ അല്ലേ. മങ്കുടുക്കിയിൽ ഇറച്ചിയൊക്കെ വെക്കുന്നുണ്ട്. ഇറച്ചിയൊക്കെ വെച്ചാൽ നല്ല രസമാണ്. ബീഫ് ഇറച്ചിയൊക്കെ വെക്കും, പക്ഷേ ഗ്യാസിന് എത്ര നേരം വെക്കും. എന്നാലും നമുക്ക് പൂതിക്ക് എന്താ കാട്ടിയെന്ന് കുഞ്ഞാനൊക്കെ ഉണ്ടാകുമ്പോൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് കുടുക്കിയിലേക്ക് ആക്കുക. അപ്പം ഇനി നമുക്ക് ഈ ചാറൊക്കെ ആവട്ടെ കേട്ടോ, ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ മീൻകറി ഇതാട്ടോ ഇവിടെ റെഡി ആക്കണം. തേങ്ങ അരച്ച മീൻകറി. അത് തന്നെ പുട്ടിനുള്ള കേട്ടോ നനച്ചുകൊണ്ടിരിക്കണത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ട ബജിയാണ് കേട്ടോ. അന്ന് ഇതിനുള്ള മാവ് കടലമാവ്, ഉപ്പിട്ടു, ഇനി കുറച്ച് സോഡാപ്പൊടി, കായിടണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഇട്ട് കായപ്പൊടി ഇട്ടു കേട്ടോ. കായ ഇട്ടു,
ഉപ്പിട്ടു ഉപ്പിട്ടു അല്ല, ഉപ്പിട്ടിട്ട് ഉപ്പിട്ടോ ഉപ്പിട്ടു ഉപ്പിട്ടില്ലേ ഉപ്പിട്ടു ഉപ്പിട്ടോക്കണം. എന്നാ ഇനി കുറച്ചുകൂടി ഇട്ട് നല്ല രസം ഉണ്ടാവും. ഒരു സോഡാപ്പൊടി എന്നുള്ള സോഡാപ്പൊടി. ഇതിപ്പോ ഉപ്പിട്ടോന്ന് സംശയം വരാൻ കാരണം അതിന്റെ ഇടയിൽ ഒരു കോള് വന്നു കേട്ടോ. അതേ അത് കാരണമായി എന്താ മുളക് പൊടി. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി. വജിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ മുളക് പൊടി ഇടണം. മുട്ട ബജി മുട്ട ഉണ്ടാക്കണം. വജി ഉണ്ട്, അതുപോലെ തന്നെ കായ ബജി. ഈ വാഴക്ക വജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് രണ്ടിനും നമുക്കൊരു മാവ് തന്നെ മതി. അപ്പൊ ഉണ്ടാക്കണമെന്നാൽ രണ്ടും അപ്പം ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് കാണാം. ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. അത് നമ്മള് പുട്ട് തുണിപ്പുട്ട് പോലെ കേട്ടോ. തുണിയിലല്ല, ഓട്ടപാത്രത്തില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസും ആയതുകൊണ്ടാണ്. ഗ്യാസ് ആയത് കാരണം മക്കളെ ഗ്യാസ് കഴിയാനേ കുറ്റിപ്പുട്ടും ചേറ്റപ്പുട്ടും ഒക്കെ ചുടാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ചുണ്ണും ഇങ്ങനെ എളുപ്പമാകാനാ. തുണിപ്പുട്ടാകുമ്പോ വേഗം ആയി കിട്ടുമല്ലോ. പണ്ടൊക്കെ തുണിപ്പുട്ട് പറഞ്ഞ തുണിയിലെന്നല്ലേ ഉണ്ടാക്കിയത്. അന്നൊക്കെ തുണിയിലായിരുന്നു. ഇനി ഇത് അടച്ചേക്കാം. അങ്ങനെ നമ്മളെ പുട്ട് ഇതവിടെ റെഡി ആയിക്കണു കേട്ടോ. ഉണ്ടോ എടുത്തു. ആ ഇപ്പൊ കുട്ടിയോ ലൈബ കുട്ടിയാണ്. ഇതാ ലൈബ കുട്ടിട്ടോ. ചൂടുണ്ടോ? അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. മുട്ടവജിക്കുള്ള എണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതാ അവിടെ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് പോയിട്ട് പൊരിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതവിടെ തൻവിധ അവിടെ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ മുറിക്കണുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ നമുക്കിവിടെ തണ്ണിമത്തൻ നിർബന്ധം കേട്ടോ. അപ്പോൾ അതവിടെ മുറിക്കണുണ്ട് കേട്ടോ. ഇനി ഇതാ വാഴക്ക. അപ്പം അതിൻ്റെ മാവിൽ തന്നെ ഇല്ല. അപ്പോൾ അതാണ് ഇന്ന് ഈ രണ്ട് കടി ഉണ്ടാക്കാൻ വിചാരിച്ചത്. എന്തായാലും മുട്ട ബജി ഉണ്ടാക്കിയ ബാക്കി ഉണ്ടാവും. മാവ് എന്തായാലും ബാക്കി ഉണ്ടാവേ. അപ്പൊ ഈ പൊണ്ണങ്കായ ഇവിടെ കൊടുത്തുണ്ട്. അപ്പം എണ്ണ ചൂടായിക്കണു കേട്ടോ. നമുക്ക് ഇനി ഇതാ മുട്ട ബജി ഉണ്ടാക്കാൻ നിൽക്കുക. അത് കഴിഞ്ഞേക്ക് ഇതാ വാഴക്ക ബജി ഉണ്ടാക്കണം. പൊട്ടി നമ്മളിതാ എണ്ണയിൽ തന്നെ വാഴക്ക ബജി. ഒരാള് വാഴക്ക ബജി. വാഴക്ക ബജി, മുട്ട ബജി ഇവിടെ റെഡി. ചമ്മന്തി ഇവിടെ റെഡി ആയിക്കണം. അങ്ങനെ ഇതാ ഒക്കെ നമ്മൾ റെഡിയാക്കി ഇതാ ഇവിടെ ടേബിളുമ്മ കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനൊരു 10 മിനിറ്റ്, ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതാ മേശമ്മ കൊടുന്ന് വെച്ചിരിക്കണം. ഇതാ ലൈബി റിച്ചൊക്കെ ഇരുന്നിക്കണു. അങ്ങനെ ഇതാ നോമ്പുറക്കൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇത് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അതുപോലെ ഒന്ന് താഴ്ത്തൊന്ന് തുടക്കമൊക്കെ ചെയ്യണം കേട്ടോ. നോമ്പുറക്കലൊക്കെ നമുക്ക് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നുള്ള പണിയല്ല. ഇത് തിന്നാനുള്ളതല്ലേ ഇഷ്ടമാണ് നമുക്ക്. ഉസാറി തിന്നു കഴിഞ്ഞാൽ പിന്നെ ഉസാറില്ല. അങ്ങനെ ഇതാ നമ്മൾ മേശിൻ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നിലമൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് നിസ്കരിക്കാൻ. അപ്പോൾ തൻവിധ അടുക്കളയിൽ വീതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളും കൂടി വേഗം കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ തുടച്ച് തന്നെ കേട്ടോ. രാവിലെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വൈകുന്നേരത്ത് ഈ നേരത്ത് തുടക്കലൊന്നുമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങിയ മുതലും നമ്മൾ ഈ വൈകുന്നേരത്തും തുടക്കണുണ്ട് കേട്ടോ. കാരണം കുട്ടികളിങ്ങനെ തണ്ണിമത്തം നിന്നല്ലേ. നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് തണ്ണിമത്തം നിന്നുമ്പോൾ കുരുവൊക്കെ താഴത്ത് വീണിട്ടേ. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അങ്ങനെ ഇതാ നമ്മളെ ഹാള് കേട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞിരിക്കണു. ഇതാ ഇപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണു. ഇതാ പാത്രങ്ങളൊക്കെ ഇനി ഒന്ന് തുടച്ച് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ 4ാമത്തെ നോൽമ്പ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.